മോനെ വിഷ്ണു. ഓ, ഇനി തുടങ്ങി കണ്ണീരും കിനാവും. ഇതിനൊന്നും ഒരു അവസാനമില്ലേ? നോക്കിയേക്കണേ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചോർന്നു കയറും. വിഷ്ണുവേട്ടാ, എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ഓടുന്നുണ്ടല്ലേ? ഇതെന്റെ കടമയാ വിഷ്ണുവേട്ടാ, എന്റെ കർത്തവ്യം. ഇതിന് പ്രത്യുപകാരമായിട്ട് തരാൻ എൻ്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അതും ഇപ്പൊ ചങ്ങലയ്ക്കുള്ളിലാ. വിഷ്ണുവേട്ടാ, ആ സ്നേഹം കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിയാൻ നോക്കുന്നത്. വിഷ്ണുവേട്ടാ, ഇത്രത്തോളം ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയും കഴിയും. കാർത്തിക മരിച്ചിട്ടില്ലെന്നും മരണപ്പെട്ടത് മറ്റാരോ ആണെന്നും നമ്മൾ തെളിയിക്കും. വിധി എനിക്കിപ്പോഴേ കാണാം. അത് തന്നിലുള്ള വിശ്വാസ. താനിടയ്ക്ക് പറയാറില്ലേ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. ആ വാക്കിലുള്ള വിശ്വാസ. ഈ ലോകത്ത് എന്റെ കണ്ണിൽ വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടന്റെ കണ്ണിൽ ഞാനും മാത്രം ആവുമ്പോ ഏത് ശക്തിക്കാ വിഷ്ണുവേട്ട നമ്മളെ വേർപിരിക്കാൻ പറ്റുന്നേ? മേഡം, ഞങ്ങൾക്ക് പ്രതിയെ കൊണ്ടുപോകണം. എന്നോട് കെറിവിച്ചിട്ട് കാര്യമല്ല മേഡം. ഇതൊക്കെ അനുവദിച്ചു തരുന്നതന്നെ മേഡത്തിനുള്ള പ്രത്യേക പരിഗണന കൊണ്ട് മാത്രമാണ്. ഇതിപ്പോ അമ്മയും അമ്മുമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ലേ മേഡം? ഇതൊക്കെ ചെയ്യുന്ന സഹായത്തിന്റെ ബോണസ് വന്നാൽ കൂട്ടിയാൽ മതി. നടക്കണ, പിടിച്ചോണ്ട് വേണം. രോഹിത, സത്യമേ, വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വിഷ്ണുവേട്ടന് മാത്രമേ അറിയൂ. അതിൻ്റെയായി കാണിച്ചു കൂട്ടുന്നതൊക്കെ. വിഷ്ണുവേട്ടന്റെ ഉള്ളിൽ സത്യമയോടുള്ള ഇഷ്ടമൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊന്നും അങ്ങനെ പെട്ടെന്നെടുത്ത് മാറ്റാൻ പറ്റുന്നതല്ലല്ലോ. ശാലിനി, ഇനിയുള്ള കേസിന്റെ കാര്യങ്ങളൊക്കെ 15 ദിവസത്തിനുള്ളിൽ കാർത്തിയെ കണ്ടെത്തണ്ടേ? എല്ലാം ഈശ്വരന്റെ കയ്യിലാ രോഹിത്തെ. വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവരുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. കാർത്തികയെ ഏത് മാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ കൊണ്ടുവരും കോടതിക്ക് മുന്നിൽ. കാരണം എനിക്കെന്റെ ജീവിതത്തിൽ വിഷ്ണുവേട്ടനെ കൂടെ കൂട്ടിയേ ഒക്കൂ.